മഴത്തോരു മുമ്പിൽ നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ അലീനയോട് ചോദിക്കുകയാണ്, മോളെ, ഈ നിരാഹാരത്തിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? നീ വെറുതെ നിൻ്റെ ശരീരം കളയാതെ നീ സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് നോക്ക് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നീ ഭക്ഷണമൊക്കെ കഴിക്ക്, ലാലിച്ചനെ പതിയെ മാറ്റിയാൽ പോരെ എന്ന് ചോദിക്കുന്നു. ഇതേ സമയം വല്യപ്പച്ചൻ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്താണ് പെട്ടെന്ന് മാറ്റുന്നത്? വല്യപ്പച്ചൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് കാല് മാറുന്നത് എന്ന് അലീന ചോദിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അത് പിന്നെ മോളെ, സ്റ്റാൻലി വളരെയധികം വിഷമത്തിലാണെന്നും പറയാം കേട്ടോ. അതിന് അപ്പച്ചൻ എന്താ പറഞ്ഞത് എന്ന് വല്യപ്പച്ചനോട് അലീന ചോദിക്കുന്നു. അവന് നിന്നോട് ഇപ്പോൾ വലിയ ദേഷ്യമാണ്. അതായത് നീ അവൻ പറയുന്നതൊന്നും കേൾക്കുന്നൊന്നുമില്ലല്ലോ. നീ പറയുന്നതിന് വിപരീതമായിട്ടല്ലേ ചെയ്യുന്നത്. അവന് നിന്നെ അനുസരിപ്പിക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ കുറ്റബോധവും പരിഭവവും ഒക്കെ അവനുണ്ട് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവമാണ് അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ഇങ്ങനെ ഇരുന്ന നിരാഹാരം ഇരിക്കലേ ഉണ്ടാവുകയുള്ളൂ. അവൻ എന്തായാലും മാറാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. മാറുമോ ഇല്ലയോ എന്നൊക്കെ കണ്ട് അറിയാലോ വല്യപ്പച്ച. എന്തായാലും മാറിയേ മതിയാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ താൻ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് അലീന പറഞ്ഞു വെക്കുകയാണ്. ഓർഫണേജിലായിരുന്നപ്പോൾ ഞാൻ ഒരുപാട് പട്ടിണിയും കാര്യങ്ങളൊക്കെ കിടന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും തനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും അലീന പറഞ്ഞു വെക്കുകയാണ്. ഇതിനു മുമ്പ് നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ സ്റ്റാൻലിയോട് സംസാരിക്കുന്നുണ്ട്. എടാ സ്റ്റാൻലി, നീ വല്ലതും നടക്കുന്നത് അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. എന്താ കാര്യം എന്ന് സ്റ്റാലിൻ തിരക്കുന്നു. ഇതേ സമയം നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ പറയാണ്, അതായത് സ്റ്റാലി, നീയുണ്ടല്ലോ ആ റീത്തയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, റീത്തയോ? അവർക്ക് എന്തുട്ടോ ഇത്ര വലിയ കാര്യം? അവർ ഒന്നും ചെയ്യുന്നൊന്നുമില്ലല്ലോ, അവർ അനങ്ങാതെ ഇരിക്കുകയല്ലേ എന്ന് പറയുമ്പോൾ, അത് നിൻ്റെ തോന്നലാണ്. അവർ നിന്നെ പൊളിച്ചെടുക്കാൻ വേണ്ടി, നിൻ്റെ എല്ലാം പിടിച്ചു കെട്ടാൻ വേണ്ടി പൊരുതുകയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അവരെന്തിന് അങ്ങനെ ചെയ്യണം? അവർ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, അവർക്ക് നിൻ്റെ സ്വത്തും കാര്യങ്ങളും വേണം. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകുമെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് നമ്മുടെ അവധക്കുട്ടി. ഞാൻ നിനക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അവധക്കുട്ടി പറയുന്നത് കേട്ട സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് അല്ലെങ്കിലും ആരുടെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നിൻ്റെയും ആവശ്യകതയോ ഇല്ല എന്ന് പറയുന്നു. എനിക്കറിയാം ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ മുന്നോട്ട് പോകേണ്ട എന്ന്. എന്നെ പഠിപ്പിക്കാനായിട്ട് ആരും നിൽക്കേണ്ട എന്ന് നമ്മുടെ സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ, ഞാനീ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് അലീനയെ അവർ പുറത്തേക്ക് വലിച്ചെറിയുമെന്ന് പറയുന്നു. അതിനുള്ള മീറ്റിങ്ങും കാര്യങ്ങളുമൊക്കെ സഭയൊക്കെ അവിടെ കൂടി തുടങ്ങി എന്ന് പറയുന്നു. ബിഷപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ റീത്താമ്മ ചർച്ച ചെയ്തു തുടങ്ങി എന്നും നമ്മുടെ വീട്ടുകാരെ പലരെയും വിളിച്ച് അവർ അഭിപ്രായം പറയുന്നുണ്ടെന്നും അവർ നാട്ടുമൊത്തം പാട്ടുപാടി നടക്കുകയാണെന്നും പറയാണ്. റോബിയൊക്കെ അതറിഞ്ഞ ദേഷ്യത്തിലാണെന്നും പറയാം കേട്ടോ. അതായത് അവൻ്റെ അഭിമാനവും കൂടിയല്ലേ പോകുന്നത്, അതിൻ്റെ ഒരു ദേഷ്യമുണ്ട് എന്ന് പറയുന്നു. അതുകൊണ്ട് നീ ഒന്ന് കരുതിയിരിക്കണം മോനെ എന്ന് പറയുമ്പോൾ
ഞാൻ കരുതി തന്നെയാണ് ഇരിക്കുന്നതെന്നും എനിക്ക് യാതൊരു കുഴപ്പവുമില്ലെന്നും എൻ്റെ മോളെ എന്തായാലും അവരുടെ വാക്ക് കേട്ട് ഞാൻ തള്ളിക്കളയുകയൊന്നുമില്ലെന്നും അവളെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യുമെന്നും സ്റ്റാൻലി പറഞ്ഞു വെക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ പറയുന്നത് കേട്ട് നമ്മുടെ അവതക്കുട്ടി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു ലാലിച്ച, ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അവളെ സ്വത്തൊന്നും കൊടുക്കാതിരിക്കാനും പുറത്താക്കാനും വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് എന്ന്. അതുകൊണ്ട് സ്വത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തു വെക്കണം. വലിയൊരു തർക്കമുണ്ടാകുന്നതിന് മുമ്പ് നിൻ്റെ ഈ മകൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. നിന്നവർ ഏതു മുഖേനയും കീഴ്പ്പെടുത്തി സ്വത്തുക്കളൊക്കെ എടുത്തുകൊണ്ട് പോകാൻ താല്പര്യപ്പെടും. അപ്പോൾ ഇവൾക്ക് മാത്രം ഒന്നും കൊടുക്കാതിരിക്കരുത് എന്ന് പറയുന്നു. ഇതേ സമയം നമ്മുടെ ലാലിച്ചൻ, അതായത് സ്റ്റാൻലി, അലീനയുടെ അപ്പൻ പറയാണ്, അതിന് അവൾക്ക് സ്വത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട എന്നല്ലേ പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുമ്പോൾ, എടാ പൊട്ട, നിൻ്റെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിലും ആ റീത്തയുടെ അഹങ്കാരത്തിന് അറുതി വരുത്തണമെങ്കിലും അലീനയായ നിൻ്റെ മോളെ ഇവിടെ നിന്ന് പുറത്താക്കാതിരിക്കണമെങ്കിലും ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് നിൻ്റെ സ്വത്തുക്കൾ തന്നെയാണ്. നിൻ്റെ സ്വത്തുക്കൾ ഉപയോഗിച്ച് വേണം അവരെല്ലാം നീ വരച്ച വരയിൽ നിർത്താൻ. അലീനയ്ക്ക് എന്തായാലും സ്വത്ത് വേണ്ട. അവൾ നിന്നെ ഉപേക്ഷിച്ച് പോകാനായിട്ടും പോകുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? അവൾ നിന്നെ ചതിക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ സ്വത്ത് അവളുടെ പേരിൽ എഴുതി വെച്ചതിന് ശേഷം അവളെ പുറത്താക്കാൻ വരുന്നവർക്ക് മുൻപിൽ അവളെയാണ് സ്വത്തിൻ്റെ അവകാശിയെന്നും അവൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ടെന്ന് എല്ലാവരെ കൊണ്ട് പറയിക്കണമെന്നും എല്ലാവരുടെ മുമ്പിൽ തുറന്നു പറയണമെന്നും പറയുന്നു. അവളുടെ സ്വത്തിൽ നിന്നാണ് നിങ്ങൾക്ക് തരുന്നതെന്നും അവളുടെ സ്വത്ത് വെറും നോക്ക് നടത്തിപ്പുകാരൻ മാത്രമാണ് താനെന്നും പറയണമെന്ന് പറയുന്നു. അങ്ങനെ അപ്പച്ചൻ്റെ ആ ഐഡിയ നല്ലതാണെന്ന് സ്റ്റാലിന് തോന്നുന്നു. അപ്പോൾ അവരൊരു പ്രശ്നത്തിനും വരില്ല, യാതൊരു പൊട്ടിത്തെറിയും ഉണ്ടാവുകയില്ല. ഇതേ സമയം റീത്തയും എല്ലാവരും വന്ന് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ സ്റ്റാലിൻ ഇത് തന്നെ പറയുന്നു. അവർ വിശ്വസിക്കാതാവുമ്പോൾ തെളിവ് കൊടുക്കുന്നുണ്ട് എന്ന് കാണാം. അതായത് സത്യം പറഞ്ഞാൽ അലീനയുടെ പേരിലേക്ക് സ്റ്റാലിൻ മെല്ലെ സ്വത്തുക്കളൊന്നും നീക്കിയിട്ടുണ്ട് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. അങ്ങനെ സ്റ്റാലിൻ പറയുന്നുണ്ട്, അലീനയാണ് നിങ്ങൾക്ക് ചിലവിന് തരുന്നതെന്നും നമ്മുടെ അലീനയെ പുറത്താക്കാനാണോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സ്റ്റാലിൻ ചോദിക്കുമ്പോൾ ഒടുവിൽ ശത്രുത മറന്ന് വൈരാഗ്യം വെടിഞ്ഞ് റീത്ത അലീനയെ ചേർത്ത് പിടിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്